പൊറോട്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ട ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ പൊറോട്ട 2-3 ബാക്കിയുണ്ടെങ്കിൽ എളുപ്പത്തിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇന്നത്തെ ഈ ക്വിക്ക് റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് ഒന്ന് നോക്കാം. നമ്മുടെ മലബാർ ഫിഷ് ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്തിരിക്കുന്നു അബ്ദുൾ സജാദ്. നല്ല ഭംഗിയുള്ള ഫോട്ടോസും അയച്ചിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ എനിക്ക് നന്നായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും റെസിപ്പീസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യണം, എനിക്ക് ഇമെയിൽ അയക്കണം. ആൻഡ് ഈ ടെസ്റ്റിമോണിയൽ സെക്ഷനിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesaresimple@gmail.com. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ട. പൊറോട്ട എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ് തന്നെയാണ് അല്ലേ. ഒരുപാട് ഹെൽത്തി ഐറ്റം ഒന്നുമല്ല, എന്നാലും എല്ലാവർക്കും ഇടയ്ക്കൊന്നും കഴിക്കാൻ ആഗ്രഹമുള്ളൊരു ഭക്ഷണമാണ്. പൊറോട്ടയുടെ കൂടെ ബീഫ് വരട്ടിയതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. നിങ്ങളുടേതോ? അപ്പോൾ നമ്മൾ ഈ പൊറോട്ട മേടിക്കുമ്പോഴിടയ്ക്ക് കുറച്ച് ബാക്കി വരും അല്ലേ. അത് എങ്ങനെ യൂസ് ചെയ്യാം? കൊത്തു പൊറോട്ടയാണ് ബെസ്റ്റ് ആൻസർ. ഇത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഒന്നും കൂടി ആ പൊറോട്ട എൻജോയ് ചെയ്യാൻ പറ്റും. വീട്ടിലുണ്ടാക്കിയ പൊറോട്ട ബാക്കി വന്നാലും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് ആദ്യം ഒരു 3 പൊറോട്ട വേണം. ഇതിപ്പോൾ തണുത്ത പൊറോട്ട ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കീറി കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുന്നു. പിന്നെ നമുക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള, വലുതാണെങ്കിൽ 1 മതി, നന്നായി ചെറുതായി കൊത്തി അരിഞ്ഞത് വേണം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചതച്ചത്. അപ്പോൾ ഈക്വലായിട്ട് അമൗണ്ട്സ് ഓഫ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഈ 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഒരുപാട് എരിവില്ലാത്തൊരു വലിയ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചത്. പിന്നെ നമുക്ക് മസാലപ്പൊടികളായിട്ട് നല്ല എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മീറ്റ് മസാലപ്പൊടിയും വേണം. അപ്പോൾ ഗരം മസാല എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കറി മസാലപ്പൊടി. എൻ്റെ നാടൻ കറി മസാല റെസിപ്പി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അത് വെച്ചിട്ട് ഇത് നല്ല അടിപൊളിയാവും. അതുപോലെ തന്നെ മീറ്റ് മസാലപ്പൊടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലപ്പൊടിയാണ്. ഈ മസാലപ്പൊടികൾ കൂടാതെ നമുക്ക് ശകലം നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകവും കൂടി ആവശ്യമുണ്ട്. പിന്നെ 2 മുട്ട. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ഫ്രൈങ് പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടാൻ അനുവദിക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി വഴറ്റി ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായി മാറി കിട്ടണം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഇടാം. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 മുതൽ 1/2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, ഈസ്റ്റേൺ ആണ് ഉപയോഗിക്കുന്നത്, 2 ടീസ്പൂൺ എൻ്റെ നാടൻ കറി മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാല. ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായി നല്ലൊരു മണം വരുന്ന വരെയും ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികൾ അടി പിടിക്കാതെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. തീ കുറച്ച് വെക്കണം. അടി പിടിക്കണമെന്ന് തോന്നിയാൽ ശകലം വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ തക്കാളി നന്നായി മാഷ് ആവണ വരെയും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
പതുക്കെ ആ തക്കാളിയൊക്കെ നന്നായി മാഷ് ചെയ്ത് ഈ രൂപത്തിലാവണ വരെ. ഇനി നമുക്ക് ഉപ്പ് പാകത്തിന് ഇടാം. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഇതുപോലെ ഉടഞ്ഞതിന് ശേഷം നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി ഈ മുട്ട ഒന്ന് ചെറുതായിട്ട് ചിക്കി കൊടുക്കണം. മുട്ട മുഴുവൻ സെറ്റ് ആവണതിന് മുമ്പ് തന്നെ നമ്മുടെ കീറി വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് തീ കൂട്ടി വെക്കാം. എന്നിട്ട് ഇത് നന്നായി നല്ല ചൂട്ടിൽ ഇത് നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ കൊത്തി 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 ഉണ്ടാക്കുന്ന കാരണമാണ് നമ്മളിതിനെ കൊത്തു പൊറോട്ട എന്ന് വിളിക്കുന്നതെന്ന് തോന്നണം. നന്നായി ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്രഷ് മണം വരും. ഇതിൻ്റെ മണം കേട്ടിട്ട് എനിക്ക് നല്ല കൊതി തോന്നുന്നുണ്ട്. ഇതിൻ്റെ പകുതി ഞാനിപ്പോൾ തന്നെ തിന്നാലോ എന്ന് ആലോചിക്കണം. പക്ഷെ എൻ്റെ ഭർത്താവും മക്കളും വരുന്നുണ്ടേ, അവർക്ക് കൊടുക്കണ്ടേ. എന്തായാലും ഞാനതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കി വിവരം അറിയിക്കണം, ഫോട്ടോസ് അയക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷാന.